ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് നമ്മുടെ ഡിഗ്രി ലെവലിന്റെ സിലബസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാ സിലബസിനകത്ത് വരുന്നത് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ സിലബസ് ഞാനൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡീറ്റെയിൽ സിലബസ് ഫോർ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ. നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഘട്ടം കാണും. പ്രിലിമിനറി എക്സാം കാണും, അതിനൊക്കെ മെയിൻസും കാണും. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം വരുമ്പോഴത്തേക്കും ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. നല്ല ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസീസ് ഉള്ള നല്ലൊരു എക്സാം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിമിനറി പാസ്സാവാൻ പറ്റും. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ എന്റെ കമ്പനി ബോർഡ് LGS ആണെങ്കിലും BFAയും വെബ്കോ LD എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെല്ലാം ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് എന്തിനകത്തും വരുന്നുണ്ട്, നമ്മുടെ ഈ പ്രിലിമിനറിയുടെ സിലബസിനകത്തും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. അല്ലെങ്കിൽ BFA മാത്രം മതി, അല്ലെങ്കിൽ LGS മാത്രം എഴുതുന്നുള്ളൂ, ഞാൻ മലയാളം ഇംഗ്ലീഷ് ഒന്നും പഠിക്കത്തില്ല, അങ്ങനെ പറഞ്ഞിരിക്കരുത്. നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ഏത് എക്സാം എഴുതാനും പ്രിപ്പയർ ആവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ജോലിയാണ് ഇമ്പോർട്ടന്റ്. അപ്പം നമ്മൾ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ നല്ലോണം എഴുതും എന്ന രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിലോട്ട് പോവാം. സിലബസിനകത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഹിസ്റ്ററിയാണ്. സ്റ്റാർട്ടിംഗ് ലെങ്ത് ഹിസ്റ്ററിയാണ്. സാധാരണ നമ്മൾ എല്ലാ LDC ആണെങ്കിലും എല്ലാ സിലബസിനകത്ത് വരുന്നതൊക്കെ ഹിസ്റ്ററി വെച്ചാൽ തുടങ്ങുന്നത്. കേരള കണ്ട, കേരള, ഇന്ത്യ, അതുപോലെ തന്നെ കേരള, ഇന്ത്യ, വേൾഡ് ഉണ്ട്. ഹിസ്റ്ററി വരുമ്പോഴത്തേക്കും 3 ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരള, ഇന്ത്യ, വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. അതിന്റെ കൂടെ തന്നെ പ്ലസ് കറണ്ട് അഫയേഴ്സ്. നമ്മൾ സാധാരണ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് എന്ന് പറഞ്ഞാണ് സാധാരണ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിപ്പോ നോക്കേ, ഇതിന്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നത്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ സർവീസ് എക്സാമിനേഷന് ഉള്ള ഒരു മോഡലാണ് നമുക്ക് ഇവിടെ ഇതെന്ത് ഡിഗ്രി ലെവൽ എക്സാംസിന് തന്നേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴായാലും ജോഗ്രഫി പഠിക്കുമ്പോഴാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സും കൂടി പഠിച്ചു വേണം. മനസ്സിലായി? അതാണ് ഇമ്പോർട്ടന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് അറിയാവോ, നമുക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് റെലവെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ജോഗ്രഫിയും നമ്മുടെ എക്കണോമിക്സും നമ്മുടെ പൊളിറ്റിക്സും ഒക്കെ നല്ലപോലെ അറിയാമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എക്സാം നടത്തുന്നത്. അതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുവിന്റെ ആണെങ്കിലും പത്രങ്ങൾ റെലവെന്റ് ആയിട്ട് ന്യൂസ് പേപ്പറാണ് റെഫർ ചെയ്യുന്നത്. ആ ന്യൂസ് പേപ്പറിനകത്ത് വരുന്ന ന്യൂസുകൾ എടുത്തിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ആ ഡീറ്റെയിലിനകത്ത് വരുന്ന ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുന്ന ടോപ്പിക് കാണും. ഇപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ എന്തെങ്കിലും കാര്യങ്ങളോടെ കാണും. ഇപ്പം റെലവെന്റ് ആയിട്ട് പുതിയ എന്തെങ്കിലും എക്സ്കവേഷൻ നടത്തി അവിടെ എന്തെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തം ചെയ്തു, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവം ഡിസ്കവർ ചെയ്തു, അങ്ങനെ വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സിവിലൈസേഷനിൽ ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി പഠിക്കും. അതായത് നമ്മൾ പത്രം വായിച്ച് അല്ലെങ്കിൽ ന്യൂസ് റെലവെന്റ് ആയ ന്യൂസ് എടുത്തിട്ടാണ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നത്. മനസ്സിലായി? അതേ മെത്തേഡാണ് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്, ഡിഗ്രി പ്രിലിംസിന് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നോക്കിയേ, ചാർജ് കുറവാണ്. അപ്പൊ പോട്ടെ. അപ്പൊ നോക്കിയേ, നമ്മുടെ കേരള, ഇന്ത്യ, വേൾഡ് എന്ന 3 ഘട്ടങ്ങളായിട്ടാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. കേരള എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസിന്റെ ആഗമനം, അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് അതിനകത്ത് നോക്കാനുണ്ട്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. കറക്റ്റ് ആയിട്ട് ട്രാവൻകൂറിന്റെ ചരിത്രം എവിടെ നിന്നിട്ട് വേണം വരിക, മാർത്താണ്ഡവർമ്മ തൊട്ട് ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള കാലഘട്ടം, അതിന്റെ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, സോഷ്യൽ മൂവ്മെന്റ്സും റിലീജിയസ് മൂവ്മെന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സ് ഓഫ് കേരള. നമ്മൾ നോക്കേ, കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് ഉണ്ട്, അതിനൊക്കെ ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററിയുടെ ലിറ്റററി സോഴ്സ്, സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. മൊത്തം ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാ വരുന്നതെന്ന്. കണ്ടോ? ഇത്രയാണ് കേരളയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ തന്നെ ഡിഗ്രി റാങ്ക് ഫയലിനകത്ത് തന്നേക്കും. അല്ലാതെ ഏത് റാങ്ക് ഫയലാണെങ്കിലും അതിനകത്ത് എന്ത് കാണും, യൂറോപ്യൻസിന്റെ ആഗമനം തൊട്ടുള്ള കാര്യങ്ങൾ കാണും. നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കുമെങ്കിൽ മലയാളം തന്നെ പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് തന്നെ പഠിക്കണമെന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് കാണും, ഇംഗ്ലീഷിലും മലയാളത്തിലും കാണും. അപ്പൊ നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കിയാൽ മക്കളെ, ഇന്ത്യ അതാണ് തന്നെയാണ് മെഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC ഫോം ചെയ്തത്, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. മൊത്തം പെട്ടെന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ, നിങ്ങൾ സമാധാനത്തിൽ വായിച്ചു പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വേൾഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്,
ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. UNO ഒക്കെ എപ്പോഴും ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്, മനസ്സിലായോ? അപ്പൊ അതെല്ലാം നമ്മൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഐഡിയ, ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ വരുന്നുണ്ട്? നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയും വരുന്നുണ്ട്, കേരള ഹിസ്റ്ററിയും വരുന്നുണ്ട്. ഈ 3 മേഖലകളിലാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്, മനസ്സിലായോ? സിവിൽ സർവീസ് ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരത്തില്ല? കേരള ഹിസ്റ്ററി അങ്ങനെ പഠിക്കേണ്ടി വരത്തില്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ അല്ല കേരളത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താ കേരള ഹിസ്റ്ററി കൂടി പഠിക്കണം. ഓക്കെ, അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം റെലവൻസ് എന്ത് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്? കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് പഠിക്കുന്നത്. അപ്പം ഡിഗ്രി ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അതിന് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി പഠിക്കുക. ഓക്കെ, മനസ്സിലായാലും അങ്ങനെയാണ് എല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജോഗ്രഫി നോക്കിയേ, സെയിം എന്താ ബേസിക് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്, വിൻഡ്. പ്രഷർ ബെൽറ്റും വിൻഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ചൊരു ഏരിയ ആണ്, നല്ല വൃത്തിക്ക് പഠിക്കണം. ടെമ്പറേച്ചർ ആൻഡ് സീസൺ, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷന്റെ കുറച്ച് എളുപ്പമാണ്. ഗ്ലോബൽ വാർമിംഗ് പൊല്യൂഷൻ എളുപ്പമായിരിക്കും. മാപ്പുകൾ, മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്. നമ്മൾ ICSE സിലബസിലെ ടെക്സ്റ്റിനകത്തൊക്കെ കറക്റ്റ് ആയിട്ട് മാപ്പുകളെ പറ്റിയൊക്കെ പഠിക്കാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, NCERT ടെക്സ്റ്റുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ടോപ്പോഗ്രാഫിക് മാപ്പും അതിനകത്ത് ഉപയോഗിക്കുന്ന സൈനുകളും, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് വേരിയസ് മൂവ്മെന്റ്, കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻ ആൻഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇന്ത്യ ഓക്കെ, ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, പെർട്ടിക്കുലർ ആയിട്ട് ഇന്ത്യൻ ഫിസിയോഗ്രഫി, സ്റ്റേറ്റുകൾ, അതിന്റെ ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെൻസിലാർ പ്ലേറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. നമ്മൾ 5ാം ക്ലാസ്സിലെ SCRT ടെക്സ്റ്റിനകത്ത് ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പം ഇതെല്ലാം എന്താ നമ്മുടെ ഈ 10th വരെയുള്ള SCRT NCERT ടെക്സ്റ്റുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് സിലബസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബേസ് ഇല്ല, നിങ്ങൾക്ക് ബേസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിട്ട് വായിച്ച് സ്റ്റാർട്ട് ചെയ്യുക. 5 to 10 വരെയുള്ള സോഷ്യൽ സയൻസ് എടുത്ത് ബേസ് സെറ്റ് ആക്കിയിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇതൊരു ക്ലാരിറ്റി വരും. ഇത് നമ്മൾ നേരത്തെ അതിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ടോപ്പിക് വന്നത്, നമുക്ക് ഐഡിയ വരും. മനസ്സിലായോ? കേരള നോക്കിയേ, എന്താ സെയിം ആയിരിക്കും, ഇന്ത്യ സെയിം തന്നെ ആയിരിക്കും. കേരള വരുന്ന ഫിസിയോഗ്രഫി പഠിക്കുന്നുണ്ട്. ഇന്ത്യ നമ്മുടെ കേരളയിലെ ജില്ലകൾ, ഡിസ്ട്രിക്റ്റും ഫീച്ചേഴ്സും പഠിക്കണം. റിവർ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, കാടുകളുടെ കാര്യം പഠിക്കണം. വൈൽഡ് ലൈഫ് പഠിക്കണം. അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ എല്ലാം പഠിക്കണം. ഇതാണ് ജോഗ്രഫിയിൽ വരുന്നത്. അതും എന്താ കറണ്ട് അഫയേഴ്സിന്റെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഹിസ്റ്ററിയും ജോഗ്രഫിയും സെറ്റ് ആണ്. മനസ്സിലായല്ലോ? എക്കണോമിക്സ് നോക്കിയേ, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ, എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എക്കണോമിക്സിനകത്ത് ഡെപ്തിലൊന്നും നിങ്ങൾ ഇറങ്ങി പോകണ്ട, അറിഞ്ഞിരിക്കണം എന്താണ് എക്കണോമിക്സിന്റെ ബേസ്മെന്റ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്. ഇതൊക്കെയാണ് എക്കണോമിക്സിനകത്ത് വരുന്നത്. ഇത് കുറേ ടേംസ് നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ല, പക്ഷെ എക്കണോമിക്സ് നല്ല സബ്ജക്റ്റ് ആണ് പഠിക്കാൻ. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി വരും. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് എന്തോ ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ്. മെയിൻ ആയിട്ട് എന്താ പഠിക്കേണ്ടത്, കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതൽ. ഇപ്പൊ നമ്മൾ നടക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. മനസ്സിലായോ? കുറച്ചും കൂടി എന്താ ബ്രോഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ബിൽഡിംഗ് വേണം ഇവിടെ നടത്താൻ. അല്ല നമ്മൾ സാധാരണ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ ഈ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ സിവിക്സും കറണ്ട് അഫയേഴ്സ് കിടക്കുന്നുണ്ടോ? സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒറ്റ ഇതിനകത്ത് വേണമെങ്കിൽ പറയാം. സിവിക്സ് നോക്കിയേ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, ഇൻഫോർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, നമ്മൾ RP ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെന്റ് ഏതൊക്കെ മീൻസ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടി, അങ്ങനെ നമ്മുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം നമ്മുടെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേഷൻ ചേർന്നിട്ടാണ് പാർലമെന്റിന്റെ കാര്യങ്ങൾ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എലക്ഷൻ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നുണ്ട്, അതിനാൽ ഹ്യൂമൻ റൈറ്റ്സ് വരുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ആക്ട്, റൂൾസ് ആൻഡ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ കാര്യങ്ങൾ എല്ലാം സിവിക്സിനകത്ത് വരുന്നുണ്ട്. ഒന്നും കൂടി നോക്കി എന്തൊക്കെ ഏരിയകളാണ് കിടക്കുന്നതെന്ന്. നമ്മൾ വിചാരിക്കാത്ത ഏരിയയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരും. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ്, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്,
നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അപ്പൊ ഇത് കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ. ഇത് ഓരോ ടേം ഇവിടെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ സബായിട്ട് കുറെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും സിവിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആയാലും ഇവിടെ വുമൻ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രോഡ് ടേം ആണ്. ആ ടേമിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കണം. മനസ്സിലായോ? കണ്ടോ, നിങ്ങൾക്ക് എക്കണോമിക്സ് ആണ് കുറച്ച് ടേംസ് ബുദ്ധിമുട്ട് കാണും. ചിലപ്പോൾ മേ ബി ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് കാണുമായിരിക്കും. വായിക്കുമ്പോൾ അത് ഒറ്റ ടേം ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് അതൊരു അംബ്രല്ല ടേം ആണ്. കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരും. മനസ്സിലായോ? പക്ഷെ പഠിച്ച ഒരു ഫ്ലോയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ക്യാരി ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന് കൂടെയും കറണ്ട് അഫയേഴ്സ് വരുന്നത്, എല്ലാത്തിനും കൂടെയും പ്ലസ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അത് നമുക്ക് കുറച്ചും കൂടി ഈസി. കാരണം നമ്മൾ PSC എപ്പോഴും കാണുന്ന ടേംസ് ആണ്. പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സിമ്പിൾ. ആ ഒരു കുറച്ച് ഏരിയ പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള നോളജ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സിവിക്സ് ആണെങ്കിലും നമ്മുടെ എക്കണോമിക്സ് ആണെങ്കിലും ജോഗ്രഫി, ഹിസ്റ്ററി, ഇത് ഇത്രയും കാര്യങ്ങൾ എന്താ ഒരു ബ്രോഡർ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള നോളജ് ആണ് അതിനകത്ത് അത്രയും വരുന്നത്. ഇനിയാണ് നമ്മുടെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. എല്ലാ സ്പെസിഫിക് എപ്പോഴും എക്സാംസ് എല്ലാം ചോദിക്കുന്ന കോർ ഏരിയ ആയിട്ടുള്ള മലയാളവും ഇംഗ്ലീഷും മാത്സും സയൻസും അതായത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറും വരുന്നത്. ഓക്കെ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒരു വൈഡ് ഏരിയ ആണ്. ഒരു എല്ലാ എക്സാമിനും ഉള്ളതാണ്. പക്ഷെ അതൊരു ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ, മിസലേനിയസ് ആയിട്ട് കിടക്കുന്ന ഏരിയ. അപ്പൊ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, സാഹിത്യ രംഗത്തുള്ള അവാർഡുകൾ, സ്പോർട്സ് രംഗത്തുള്ള അവാർഡുകൾ, ആർട്ട് രംഗത്തുള്ള അവാർഡുകൾ, പ്രശസ്ത കലാകാരന്മാർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ റെലവെന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, കേരളത്തിലെ പ്രധാന ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങള്, പ്രശസ്തമായ സ്ഥാപനങ്ങള്, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാരെല്ലാം അതിനകത്ത് വരും. കായികവും അതുപോലെ തന്നെ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ച ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിൽ പ്രകടനത്തിനാണ് നൽകുന്നതെന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം. അപ്പൊ ഇങ്ങനത്തെ വരുമ്പോ നമുക്ക് എന്താ അതും കാണാതെ ചോദിക്കാൻ പറ്റും. മനസ്സിലായ? ഈ അവാർഡ് ജേതാക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടേ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ എപ്പോഴും വരുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമുക്ക് ബേസിക് നോളജ് എന്നൊക്കെ പഠിച്ചു വെക്കാൻ പറ്റും. കളികളുമായി ബന്ധപ്പെട്ട പ്രധാന ടേംസ്, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, ഏത് ഒളിമ്പിക്സ് എവിടെയൊക്കെ നടന്നിട്ടുണ്ട്, അടുത്ത വട്ടം എവിടെയാണ് നടക്കുന്നത്, അങ്ങനെ പ്രശസ്തരായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, അതെല്ലാം പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒളിമ്പിക്സ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ എവിടെ വെച്ച് നടന്നു, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ, പല കാര്യങ്ങൾ, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ എല്ലാം അതിനകത്ത് വരും. സാഹിത്യം അതൊക്കെ തന്നെ. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, ഇത് എപ്പോഴും വരുന്നതാണ്. പണ്ട് തൊട്ടേ ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികള്, പ്രശസ്തമായ വരികൾ. ഇതെന്ന് പറഞ്ഞാലേ നമ്മളില്ല മലയാളം പഠിക്കത്തില്ലേ, നമ്മള് വിപരീത പദം, പര്യായ പദം പഠിക്കത്തില്ലേ, അതേ കണക്ക് ഒരുപാട് കുറെ ടേബിൾസ് ആണ് റാങ്ക് ഫയലിലൊക്കെ പൊതുവായിട്ട് കാണാറുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കിട്ടുന്ന അനുസരിച്ച് അത് ചെറിയ പേപ്പറിലോട്ട് മാറ്റി എഴുതിയോ അല്ലെങ്കിൽ ആ പേപ്പറെ ഫോട്ടോ കോപ്പി എടുത്തിയോ എവിടെയെങ്കിലും കയ്യിൽ മടക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയം കാണുമല്ലോ, എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആ കുഞ്ഞു പേപ്പർ കയ്യിൽ വെച്ചിട്ട് ഇത്ര നാൾ ഞാനിവിടെ നേടിയ മലയാളികൾ ഇതുവരെ ആരൊക്കെ കിട്ടി, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പഠിച്ചു, കഥാപാത്രം കൃതികളും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക, തൂലികാനാമങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റ് കണക്ക് പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്താ അവാർഡുകൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ക്ലിയർ ആയി പോകും. മനസ്സിലായി? അതിന് പഠിക്കാൻ വേണ്ടി ഒരു സമയം ഇരുന്നെങ്കിൽ പഠിക്കേണ്ടിയില്ല. നിങ്ങൾ സമയം കിട്ടുന്ന അനുസരിച്ച് എന്താ അത് കവർ ചെയ്ത് പോവുക. അതാണ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? ഓക്കെ. സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ എല്ലാം കറണ്ട് അഫയേഴ്സ് നടക്കുന്നുണ്ട് പ്ലസ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ. കമ്പ്യൂട്ടർ സയൻസ്, ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈം, സൈബർ ലോ. ഇതിനകത്ത് സൈബർ ക്രൈം സൈബർ ലോ ഇമ്പോർട്ടന്റ് ആയിരിക്കും. IT ആക്ട് ഉണ്ട്, IT ആക്ട് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇന്റർനെറ്റ് ഇപ്പൊ നമ്മള് പിന്നെന്താ
പുതിയ പുതിയ കാര്യങ്ങളും AI ഒക്കെ ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടാ. അപ്പൊ ഇത് മാത്രമല്ല, ഇപ്പം റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി അതെന്തായിരിക്കും, അതിനകത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് ഊന്നൽ നൽകിയിട്ട് വേണം IT പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജിയും സെയിം കണ്ടീഷൻ തന്നെയാണ്. കണ്ടോ, ഞാൻ മൊത്തം വായിക്കാൻ നിൽക്കുന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. ഇതിനകത്ത് നമുക്ക് ഇപ്പം ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ഓഫ് സ്കോപ്പ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ പുതിയ ഇന്നോവേഷൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി മെഡിസിൻ, അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സ്പേസ് ആൻഡ് ഡിഫൻസ് ടെക്നോളജീസ് വരുന്നുണ്ട്. ISRO, DRDO ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എനർജി റിക്വയർമെന്റ്സ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റി, ന്യൂക്ലിയർ പോളിസീസ് ഓഫ് ഇന്ത്യ, എൻവയോൺമെന്റൽ സയൻസ് വരുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റിയും വെസ്റ്റേൺ ഗട്ടും, പിന്നെ എന്താ പറയാ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫും ഒക്കെ അതിനകത്ത്. എൻവയോൺമെന്റ് സയൻസിനകത്ത് സയൻസ് എൻവയോൺമെന്റ് സയൻസ് അവിടെ ആണ് വരുന്നത്, കണ്ടോ. അപ്പൊ നമുക്ക് ഇത് നമ്മൾ വിചാരിക്കും സയൻസ് കിടക്കുവാണ്. വൈൽഡ് ലൈഫും ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ സാധാരണ എല്ലായിടത്തും വരുന്നുണ്ട് മെന്റൽ എബിലിറ്റിയും കണക്ക് വരുന്നുണ്ട്. സംഖ്യകളുടെ അടിസ്ഥാന നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോ ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ, സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ്, അനലോജി, ഓഡ് മാൻ ഔട്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ 100 ഡേ ചാലഞ്ചിനായാലും 75 ഹാർഡിലായാലും എപ്പോഴും നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യം. കാരണം ഇതാണ് എല്ലാ എക്സാമിന്റെയും കോർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതില്ലാതെ നമുക്ക് എക്സാം പാസ്സാവാന്ന് വെച്ചാൽ നടക്കത്തില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇതിനകത്തൊരു 20, 30, 40 മാർക്ക് മിനിമം, 20 മാർക്ക് മാക്സിമം, 10 മാർക്ക് മലയാളത്തിൽ ഇംഗ്ലീഷ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് 30 മാർക്ക് സേഫ് ആക്കാൻ പറ്റും. ആ മാർക്ക് വേണ്ടാന്ന് വിചാരിച്ചാൽ നമുക്ക് വേറൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് കളയാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഏരിയാസ് ആണ്. ഞാൻ അത് പിന്നെയും സ്ട്രെസ് ചെയ്യുന്നില്ല. ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറീസ് അതിനകത്തുണ്ട്. ഗ്രാമർ മലയാളവും ഇംഗ്ലീഷിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പകുതി എന്തായിരിക്കും, പിന്നെ ഗ്രാമറും പകുതി വൊക്കാബുലറീസ് ആയിരിക്കും. വൊക്കാബ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ രചനകളൊക്കെ പഠിച്ചില്ലേ, കൃതികൾ പഠിക്കാൻ നേരത്തെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എപ്പോഴും എന്താ പറയാ, ചക്കായോ, എപ്പോഴും എന്താ ഒരു എർജ് വേണം. നമ്മൾ ഈ പഠിക്കണം, അത് മനസ്സിലാക്കണം എന്നുള്ളൊരു ത്വര വേണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതങ്ങോട്ട് ഓക്കെ, അപ്പൊ ഇതിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത്. സിലബസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടേക്ക് കെയർ.